ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ ഈ ഏപ്രിൽ മാസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപ്പറ്റി അവയർനെസ് കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മെയ് മാസം. അപ്പം നിങ്ങൾ വിചാരിക്കും, കൗൺസിലിങ് അത് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ പോരെ എന്ന്. അങ്ങനെയല്ല. ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടികളുടെ ജനനമുണ്ട്. ഒരു കുട്ടിയിൽ തന്നെ തുടങ്ങുവാണെങ്കിൽ അവരെ സ്കൂളിൽ ചേർക്കുന്നു, അതുപോലെ തന്നെ പേരൻറ്റിങ്, അതുപോലെ തന്നെ ഒരാളുടെ കല്യാണം, അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രയാസം കാണും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ കൗൺസിലിങ്ങിന് സഹായം തേടാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട്, ഒരു മാനസിക ആരോഗ്യ പ്രശ്നം വന്നിട്ട് നമ്മൾ കൗൺസിലിങ്ങിന് പോകേണ്ട, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൗൺസിലിംഗ് ഒരിക്കലും ഒരു ലാസ്റ്റ് റിസോഴ്സ് അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടൂളായിട്ട് നമ്മൾ കൗൺസിലിങ്ങിനെ കാണണം. ചിലപ്പോൾ നമ്മൾക്കറിയാമല്ലോ, കാലം മാറി. അതായത് നമ്മൾ വളർന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കുട്ടികളുടെ സാഹചര്യം ഡിഫറൻ്റ് ആണ്. പിന്നെ നമ്മൾ പലരും പ്രവാസികളായിരിക്കാം. അപ്പം നാട്ടിലെ വളർന്ന സാഹചര്യമല്ല ഞാനിപ്പോൾ ഇവിടെ അമേരിക്കയിൽ, ഇവിടുത്തെ കുട്ടികളുടെ സാഹചര്യവും നമ്മുടെ നാട്ടിലെ സാഹചര്യവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾ ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു, നീ ഇങ്ങനെയായിരുന്നു, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഒരു ഫാമിലി ലൈഫിലാണെങ്കിലും കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഫാമിലി ലൈഫ് അതൊരിക്കലും ഒരു കോമ്പറ്റീഷനല്ല. ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യാനുള്ളതല്ല. എന്താണ് പ്രശ്നം അത് പറഞ്ഞ് അതിൻ്റെ കോംപ്രമൈസിലെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പല കാര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അതെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും, അഥവാ പ്രശ്നങ്ങളില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെങ്ങനെ സ്റ്റെപ്പ് ഇൻ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ, അതെ, ഒരു കൗൺസിലിങ്ങിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരും ഇത് തന്നെ ചെയ്യണം. എനിക്ക് പറയാനായിട്ടുള്ളത്, മാനസിക ആരോഗ്യത്തിന് മരുന്നും അത് സൈക്കാട്രിക് മെഡിസിൻ വേണം, പക്ഷേ തെറാപ്പി ആൻഡ് മെഡിസിൻ ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, കൗൺസിലിങ്ങിന് ഒരിക്കലും ഒരു അസുഖം വരാനായിട്ടോ മാനസിക പ്രശ്നങ്ങൾക്കോ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കൗൺസിലിങ് ഏത് സമയത്തും എപ്പോഴും ആർക്കും സീക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.